പുണ്യപ്രവാചകരുടെ സദസ്സിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. ഒരു മഹദിയായിരിക്കുന്ന ഉമ്മ കടന്നു വരികയാണ്. വിശ്വാസികളാണല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ ഭാര്യമാർ. അവർ അല്ലാഹുവിനെ പേടിച്ചവരായിരുന്നു. അവർക്കും പരാതിയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എവിടെയോ കുറവുകൾ സംഭവിക്കുന്നുണ്ടോ, ഞങ്ങൾക്ക് എവിടെയോ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ, പ്രതിഫലത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് കുറവ് വരുന്നുണ്ടോ എന്നാലോചിച്ച ഉമ്മമാർ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുഹദറത്തിൽ വന്നുകൊണ്ട് പ്രയാസങ്ങളും പരാതികളും പറഞ്ഞിരുന്നു. ഇതിന്നും ഇന്നലെയും തുടങ്ങിയ പരാതികളല്ല. പ്രവാചകരുടെ സദസ്സ് വന്നുകൊണ്ട് ഒരു പെണ്ണ് പറയുകയാണ്, അന്ന വാഫിദത്തുൻ നിസാഇ ഇലൈക്, നബിയേ ഞാനൊരു കൂട്ടം പെണ്ണുങ്ങളിടയിൽ നിന്ന് വന്നതാണ്. ഒരു സംഘം സ്ത്രീകളിൽ നിങ്ങോട്ട് പറഞ്ഞേച്ചതാണ്. ആ പെണ്ണുങ്ങളൊക്കെയുള്ള പരാതിയുമായിട്ടാണ് ഞാൻ അങ്ങയുടെ സദസ്സിലേക്ക് വന്നിരിക്കുന്നതെന്ന് പ്രവാചകരുടെ സദസ്സിൽ ഒന്നുകൊണ്ട് വിശ്വാസിയായിരിക്കുന്ന ഒരു പെണ്ണ് പറയുകയാണ്. എന്താണ് അവിടെ പരാതി? എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അവർക്ക് പരാതികൾ പറയാം. പരാതികൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന വഹയിന്റെ കാലഘട്ടമായിരുന്നല്ലോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം. അന്ന് അല്ലാഹു തആല അത് പരിഹരിച്ചു കൊടുത്തിരിക്കുകയാണ്. പ്രവാചകർ ചോദിച്ചു, എന്താ പെണ്ണ് നിന്റെ പരാതി? എന്താണ് നിങ്ങൾക്കുള്ള പരാതി എന്ന് പ്രവാചകർ ചോദിച്ചപ്പോൾ ആ പെണ്ണിന്റെ പരാതി എന്തായിരുന്നു? ഹദൽ ജിഹാദ് കതബഹുല്ലാഹു അലർ റിജാൽ ഫഇൻ നുസീബു ഉജ്റു വഇൻ ഖുതിലു ഫഅഹ്യാഹുൻ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ അനുവദിച്ചിരുന്നു. ഇന്ന് യുദ്ധത്തിൽ അനുവാദങ്ങളില്ല. പ്രവാചകരുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്തവരാണ്. സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്വന്തം നാട് വിട്ടുകൊണ്ട് മക്കയിലേക്ക് യാത്ര പോകാനല്ലേ പ്രവാചകരോട് കൽപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബയും മദീനയിലേക്ക് യാത്ര പോവുകയാണ്. സ്വന്തം നാട് വിട്ടുകൊണ്ട്, സ്വന്തം കുടുംബങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, സമ്പത്തുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, എല്ലാം പടച്ചവനിൽ സമർപ്പിച്ചുകൊണ്ട് അവർ മദീനയിലേക്ക് യാത്ര പോവുകയാണ്. ആ മദീനയിൽ പോയ പ്രവാചകരും സ്വഹാബത്തിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കൾക്കുള്ള ആക്രമണങ്ങൾ കൂടി വരുമ്പോൾ അതിനെതിരെ പോരാട്ടത്തിന് അല്ലാഹു സമ്മതം കൊടുക്കുകയാണ്. ആ സമ്മതം കൊടുത്തപ്പോൾ യുദ്ധപോർക്കളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പുരുഷന്മാർ മാത്രമായിരുന്നു. സ്ത്രീ സമൂഹത്തിന് അനുവാദമില്ല. സ്ത്രീ സമൂഹത്തെ അനുവദിച്ചു കൊടുത്തില്ല. സ്ത്രീ സമൂഹത്തിന്റെ സമ്മതം കൊടുത്തില്ല. പുരുഷന്മാർക്ക് മാത്രം ഒരു അവകാശം വെച്ചു കൊടുത്തപ്പോൾ പുരുഷന്മാർ യുദ്ധപോർക്കളത്തിൽ ചെന്നുകൊണ്ട് ശത്രുവിനാലുള്ള വെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ പ്രതിഫലം കരസ്ഥമാക്കുമ്പോൾ വജദൂ ബിഅംവാലിൻ വബഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതിനി ഗസ്വതി. എല്ലാം പടച്ചവന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് സമ്പത്തുകളും ശരീരങ്ങളും രാജാതിരാജാവായ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ജനങ്ങളിൽ നിന്ന് അവർക്കുള്ള ശരീരവും അവർക്കുള്ള സമ്പത്തുകളും അല്ലാഹു തആല തിരിച്ചു വാങ്ങുന്നു. ബിഅന്ന ലഹുമുൽ ജന്ന. പകരം അല്ലാഹു തആല അവർക്ക് സ്വർഗ്ഗം കൊടുക്കുകയാണ്. അല്ലാഹു സ്വർഗ്ഗം കൊടുക്കാൻ അവരിന്ന് ശരീരത്തെ വാങ്ങുകയാണ്. ഈ സംഭവങ്ങളൊക്കെ പുരുഷന്മാർക്കുള്ള അവകാശമാണെന്ന് കണ്ടപ്പോൾ അന്നത്തതായ മഹദികളായിരിക്കുന്ന വിശ്വാസികളായ സ്ത്രീ സമൂഹത്തിന് അവർക്കതാ പ്രയാസം തോന്നുകയാണ്. ദുന്യവിയായ ലോകത്തുള്ള നേട്ടങ്ങൾ വെച്ചും കൊണ്ടല്ല, ദുന്യവിയായിരിക്കുന്ന സമ്പത്തിന് വേണ്ടിയല്ല, ദുന്യവിയായ ലോകത്തുള്ള അധികാരത്തിന് വേണ്ടിയല്ല, പരലോകത്തുള്ള പ്രതിഫലം വെച്ച് നോക്കുന്ന സമയത്ത് പുരുഷന്മാർ ഞങ്ങൾക്ക് മുൻകടക്കുകയാണോ? ഞങ്ങൾക്ക് ലഭിക്കാത്ത പ്രതിഫലങ്ങളൊക്കെ, ഞങ്ങൾക്ക് ലഭിക്കാത്ത സ്ഥാനമാനങ്ങളൊക്കെ പുരുഷന്മാർ കൊണ്ടുപോകുന്നുണ്ടല്ലോ. നാളെ പാരത്രികമായ ലോക
ലോകത്ത് അവർ ഉന്നതമായിരിക്കുന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞങ്ങൾക്കും ആ സ്ഥാനത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച വിശ്വാസികളായിരിക്കുന്ന വനിതകൾ വന്നുകൊണ്ട് പ്രവാചകരോട് പറയുകയാണ്, ഹദൽ ജിഹാദ് ഖതബഹുല്ലാഹു അലർ റിജാൽ. അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾക്ക് യുദ്ധത്തിലുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ടല്ലോ. യുദ്ധത്തിലേക്ക് തങ്ങൾ കൊണ്ടുപോകുന്നത് പുരുഷ സമൂഹത്തെ മാത്രമാണല്ലോ, പുരുഷന്മാരെ മാത്രമാണല്ലോ തങ്ങൾ കൊണ്ടുപോകുന്നത്. ആ യുദ്ധത്തിൽ പോർക്കളത്തിലേക്ക് ചെന്ന പുരുഷ സമൂഹത്തിന് വല്ല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നാൽ, വല്ല മുറിവുകളും വന്നാൽ, യുദ്ധപോർക്കളത്തിൽ ചെന്നുകൊണ്ട് ശത്രുവിനാൽ വല്ല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നാൽ അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുന്നുണ്ടല്ലോ, അല്ലാഹു അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുന്നുണ്ടല്ലോ. വഇൻ ഖൂതിലൂ ഫഅഹ്യാഹുൻ ഇൻദല്ലാഹ്. ശത്രുവിന്റെ വെട്ടേറ്റം കൊണ്ട് യുദ്ധപോർക്കളത്തിൽ വെച്ചുകൊണ്ട് രക്തസാക്ഷിയാകേണ്ടി വന്നാൽ ഷഹീദാരിക്ക് അല്ലാഹു വലിയ പ്രതിഫലമാണല്ലോ കൊടുക്കുന്നത്. ഷഹീദിന്റെ ഉന്നതമായ പദവിയാണല്ലോ അല്ലാഹു കൊടുക്കുന്നത്. ഫഅഹ്യാഹുൻ ഇൻദല്ലാഹ്. അവരൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. വലാ തസ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ് അംവാത് വല്ലഹിയാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനല്ലേ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിലായി വധിക്കപ്പെട്ടവരെ കുറിച്ചോ നിങ്ങൾ അവർ മരിച്ചവരെന്ന് പറയരുത്. അവർ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ അല്ലാഹുവിന്റെ അടുക്കൽ എന്നും ജീവിച്ചിരിക്കുന്നവരാണ്. അവരെ കുറിച്ച് നിങ്ങൾ മരിച്ചവരെന്ന് വിചാരിക്കരുത്, മരിച്ചവരെന്ന് പറയരുത് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഉന്നതമായിരിക്കുന്ന പദവിയാണ് ശുഹദാഹിനിക്ക് അല്ലാഹു പരലോകത്ത് കൊടുക്കുന്നത്. ഇത് മനസ്സിലാക്കിയ വിശ്വാസികളായ പെണ്ണുങ്ങൾക്ക് പ്രയാസം തോന്നുകയാണ്. അവർ വന്ന് പ്രവാചകരുടെ സന്നിധിയിൽ പരാതി പറയുകയാണ്. ഫൈൻ ഖൂതിലൂ ഫഅഹ്യാഹുൻ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, യുദ്ധപോർക്കളത്തിൽ ചെന്നുകൊണ്ട് പുരുഷന്മാർ ശത്രുവിന്റെ വെട്ടേറ്റ് കൊണ്ട് മരിച്ചുകൊണ്ട് ഷഹീദായ ഉന്നതമായ പദവിയിലേക്ക് എത്തുമ്പോൾ സാധുക്കളായ ഞങ്ങൾക്ക് അതിനുള്ള അവകാശമില്ലല്ലോ. നഹ്നു മആശിറൻ നിസാ ലഖൂമ അലൈഹിം ഫമാ ലനാ. പെണ്ണുങ്ങളായ ഞങ്ങളാണെങ്കിലോ ആണുങ്ങൾക്കുള്ള സേവനം ചെയ്തു കൊടുക്കുന്നവരാണ്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്, അവർക്കുള്ള വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നവരാണ്, അവർക്കുള്ള മക്കളെ പരിപാലിച്ചു കൊടുക്കുന്നതാണ്, അവർക്കുള്ള വീടുകൾ പരിപാലിക്കുന്നതിനപ്പുറം ഞങ്ങൾക്ക് വേറുണ്ട് നബിയേ, വേറെ വല്ലതും ഞങ്ങൾക്കില്ലല്ലോ. ഫമാലന, ഞങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് കിട്ടാനാണ്? ഇതുകൊണ്ട് കൊയ്തെടുക്കാനാണ്. ആണുങ്ങളാണെങ്കിലോ യുദ്ധപ്പോർക്കളത്തിൽ ചെന്നുകൊണ്ട് ശത്രുവെട്ടേറ്റും കൊണ്ട് പെടഞ്ഞ് മരിച്ചുകൊണ്ട് ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞങ്ങൾക്കത് നഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന പരാതിയായിരുന്നു വിശ്വാസികളായിരിക്കുന്ന പെണ്ണുങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലൊന്ന് പറയുന്നത്, നമ്മളെ പെണ്ണുങ്ങളെ പോലെയല്ല, ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന യുവതികളെ പോലെയുള്ളവരല്ല അവർ പരലോകം ചിന്തിച്ചവരാണ്. നമ്മൾക്കുള്ള പെണ്ണുങ്ങൾക്കുള്ള പരാതി എന്താ? പഞ്ചായത്തിൽ മത്സരിക്കാൻ അവസരം നഷ്ടപ്പെട്ടാൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മത്സരങ്ങൾക്ക് വേണ്ടി അവർ ദുനിയാവിന്റെ നേട്ടങ്ങൾ വെച്ചളക്കുന്നവരാണ്. അവർക്ക് പഞ്ചായത്തിൽ സ്ഥാനം വേണം, അവർക്ക് MLA പോസ്റ്റുകൾ വേണം, അവർക്ക് മുഖ്യമന്ത്രിയുടെ കസാരയിൽ പോയിരിക്കണം. ഇങ്ങനെ ദുന്യവിയായ നേട്ടങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ പെണ്ണുങ്ങളും രംഗത്തിറങ്ങുന്നതും അതാ പ്രതിഷേധങ്ങൾ നടത്തുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലുള്ള പെണ്ണുങ്ങൾ അവർ ദുനിയാവിനെ ചിന്തിച്ചവരല്ല, അവരുടേതായ സ്ഥാനമാനങ്ങളെ കൊതിച്ചവരല്ല, അവർ പരലോകം നോക്കിയവരാണ്, ആഖിറത്തിന്റെ കാര്യം ചിന്തിച്ചവരാണ്. അതാണല്ലോ ശാശ്വതമായ ജീവിതം. ഇത് നശ്വരമാണല്ലോ, ഇത് ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എത്ര വലിയ സ്ഥാനമാണെങ്കിലും ഇമാം ശഅബി റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, ഈ നീചമായ നികൃഷ്ടമായ വഞ്ചകിയായ താണതായ ഈ ദുനിയാ
കൊണ്ട് എന്ത് നേട്ടങ്ങളാണോ നീ കൊതിക്കാൻ, എന്ത് സ്ഥാനമാനങ്ങളാണോ നീ കൊതിക്കാൻ മുഅ്മിനായ മനുഷ്യനെ കൊണ്ടതിന് സാധ്യമല്ല. അലാ ലൈസത്തി ദുനിയാ ബിമസ്കനി റാഹാ വലകിന്ന മദ്ദുനിയാ കമൻസിനി സാ വഫീഹാ ലതഖ്വല്ലാഹി ഖൈറു തിജാറാ വയസ്യാനു അംറില്ലാഹി ശർറുൽ ബിളാ. അറിയണേ വിശ്വാസികളെ, അറിയണേ എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, ഈ ലോകം ശാശ്വതമല്ല, ഈ ലോകം ആഡംബരത്തിന്റെ ജീവിതമല്ല, ഇത് റെസ്റ്റ് എടുക്കാനുള്ള ഇടമല്ല, ഇത് റാഹത്തെടുക്കാനുള്ള സ്ഥലമല്ല, ഇത് അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചും കൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചും കൊണ്ട് പരലോകത്തിന്റെ വിജയം നേടാൻ അല്ലാഹു നിശ്ചയിച്ചു തന്ന ഇടമാണ്. ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾ അവർ കൊതിച്ചില്ല, അവർ പരലോകത്തെ കാണുകയാണ്. അതാണ് അവർക്കുള്ള പരാതി. നഹ്നു മാശറൻ നിസാ നഖൂമു അലൈഹിം ഫമാ ലനാ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ പുരുഷന്മാർക്കുള്ള വസ്ത്രങ്ങൾ അലക്കി കൊടുത്തത് കൊണ്ട്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട്, അവരെ വീടുകൾ അടിച്ചു വാരിയത് കൊണ്ട്, അവർക്കുള്ള മക്കൾക്കുള്ളതായ പരിപാലനം ചെയ്തു കൊടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ലഭിക്കാൻ? ഞങ്ങൾക്കും പരലോകത്ത് ഉന്നതമായ പദവി ഞങ്ങൾക്കും ആവശ്യമുണ്ട്. ഇതാണ് ഞങ്ങളുടെ പരാതി എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറഞ്ഞപ്പോ എന്റെ ഉമ്മമാർ ശ്രദ്ധിക്കണേ, എന്റെ സഹോദരിമാർ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഇന്ന് ഉന്നയിക്കുന്ന പരാതികൾ ഇന്ന് മാത്രമുള്ള പരാതിയല്ല. നുബുവത്തിന്റെ കാലഘട്ടത്തിൽ, വഹിയിന്റെ കാലഘട്ടത്തിൽ, പ്രവാചകരുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അന്ന് ഉന്നയിച്ച പരാതിയാ. എന്താണ് പ്രവാചകർ പ്രതികരിച്ചതെന്നറിയുമോ? അബ്ലിഗി മൻ ലഖീതി മിനൻ നിസാ അന്നതഅത الزوج واعترافا بحقه يعدل ذلك وقليل منكن من يفعله. ഈ സംഭവത്തിൽ പ്രവാചകർ പറയുന്നത് അബ്ലിഗി മൻ ലഖീതി മിനൻ നിസാ. ഓ പെണ്ണ്, നീ ആരൊക്കെയാണോ കണ്ടുമുട്ടുന്നത്, നിന്റെ മുന്നിൽ ആരാണോ വന്നുപെടുന്നത്, നിന്നാരാണോ പറഞ്ഞത്, എല്ലാ വിശ്വാസികളായ പണ്ഡിതകളോടും വിശ്വാസികളായ പെണ്ണുങ്ങളോട് പോയി നീ പറയണേ, ഇത് എന്റെ സന്ദേശമാണ്, ഈ സന്ദേശം നീ എത്തിച്ചു കൊടുക്കണേ. പ്രവാചകരായിരിക്കുന്ന എന്റെ സന്ദേശമാണ്, പടച്ചവൻ എന്നോട് അറിയിച്ചു തന്ന സന്ദേശമാണ്. എന്താണ് നീ അറിയിച്ചു കൊടുക്കേണ്ടത്? നാളെ മുതൽ എല്ലാ പെണ്ണുങ്ങളും എന്റെ കൂടെ യുദ്ധത്തിലേക്ക് വരണമെന്നല്ല, സാമൂഹിക പ്രവർത്തനത്തിലേക്ക് വരണമെന്നല്ല. അബ്ലിഗി മൻ ലഖീതി മിനൻ നിസാ അന്നതഅത الزوج واعترافا بحقه. ഒരു പെണ്ണ് തന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഭർത്താവിൻ്റെതായ ഭർത്താവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഭർത്താവിന് സേവനം ചെയ്യുന്നവള്, ഭർത്താവിന്റെ വീടടിച്ചു വാരുന്നവള്, അവൾ അറിയണേ അന്നതഅത الزوج واعترافا بحقه. ഭർത്താവിന് വിധേയപ്പെട്ടുകൊണ്ട് ഭർത്താവിന്റെ ഹക്കുകൾക്ക് വില കൽപ്പിക്കുകയാണെങ്കിൽ ഒരു പുരുഷൻ ശത്രുവുമായി ഏറ്റുമുട്ടും കൊണ്ട് ശത്രുവിന്റെ കടാര കൊണ്ട് കുത്തി കൊല ചെയ്യപ്പെട്ട് രക്തസാക്ഷിയായ കൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന സുഹദായിന്റെ സ്ഥാനത്തിന് തുല്യമാണ്, സുഹദായിന്റെ രക്തത്തിന് തുല്യമാണ്. നിന്റെ ശരീരത്തിൽ നിന്ന് വലിക്കുന്ന വെറുപ്പ് തുള്ളികൾക്കല്ല ഈ ലോകത്തോട് പ്രഖ്യാപിച്ച പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചൊരു മതത്തെ ലോകത്ത് വേറെ കാണിക്കാൻ കഴിയുമോ? അധ്വാനിച്ചു കഷ്ടപ്പെട്ടോ ശത്രുമായി ഏറ്റുമുട്ടി തന്റെ ശരീരം തന്റെ സമ്പത്തുകളും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചും കൊണ്ട് രക്തസാക്ഷിയായ കൊണ്ട് ലോകത്ത് വിട പറയുന്ന ഒരു പുരുഷന്റെ പ്രതിഫലം ഒരു പെണ്ണിനിക്ക് അല്ലാഹു കൊടുക്കുകയാണ്.
അവൾക്കുള്ള വീട് ജോലികളെ കൊണ്ട് ഭർത്താവിന് വിധേയപ്പെട്ടും കൊണ്ടൊരു പെണ്ണ് ജീവിക്കുകയാണെങ്കിൽ ഭർത്താവിന്റെ കൽപ്പനകൾക്ക് മാറ് കാണിക്കാതെ അവന്റെ ഹക്കുകൾ വില കൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ നൽകുന്ന ഓഫറാണ് ഇത്. ഖിയാമത്ത് നാളെ വരെയുള്ള പെണ്ണുങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? വഖലീലുൻ മിൻകുന്ന മൻ യഫ്അലുഹു. പക്ഷേ അങ്ങനെ ചെയ്യുന്നതായ പെണ്ണുങ്ങൾ വളരെ ന്യൂനപക്ഷം മാത്രമാണ്. എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ കഴിയില്ല. അങ്ങനെ ജീവിക്കാൻ ഒരു പെണ്ണിനിക്ക് സാധിച്ചാൽ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. എന്റെ സഹോദരിമാർ, എന്റെ ഉമ്മമാർ, വിശ്വാസികളായ വനിതകളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലമാണോ വേണ്ടത്, അതല്ല ദുന്യവിയായ നേട്ടമാണോ വേണ്ടത്? നിങ്ങൾ തീർമാനിക്കുക. ഉന്നതമായ പദവി നാളെ പരലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ നൽകുന്ന ഓഫറാണിത്. സ്വാദിഖുൽ മസ്തൂഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഓഫറാണത്. ഇത് നമുക്ക് വിശ്വസിക്കാം. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് അങ്ങനെയല്ലേ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ നിർദ്ദേശമില്ലാതെ, പടച്ചവന്റെ ഭാഗത്തുള്ള വഹിയില്ലാതെ പ്രവാചകരൊന്നും പറയുകയില്ലല്ലോ. സ്വന്തമായ ഒരു അഭിപ്രായം പ്രവാചകർ പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ നിർദ്ദേശം വരുന്നവരെ കാത്തു നിൽക്കുന്നു. ഒരു ദിവസം ഒരു പെണ്ണ് പ്രവാചകരുടെ സദസ്സിലേക്ക് വരുന്നു. അവൾക്കും പല പരാതികളുണ്ട്. അവൾ വന്നുകൊണ്ട് എന്താണ് പറഞ്ഞത്? റബ്ബുർ റിജാലി വന്നിസാഇ വാഹിദോ. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു സംശയമുണ്ട്. എന്താ പെണ്ണ് നിന്റെ സംശയം എന്താണ്? റബ്ബുർ റിജാലി വന്നിസാഇ വാഹിദോ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും റബ്ബ് ഒന്നു തന്നെയല്ലേ? വല്ലാത്ത ചോദ്യമാണത്. നിരക്ഷരരായ പെണ്ണുങ്ങൾ ചോദിക്കുന്ന, സാക്ഷരതയില്ലാത്ത കാലഘട്ടത്തിലുള്ള പെണ്ണുങ്ങൾ ചോദിച്ച ചോദ്യങ്ങളാണിത്. അത്ഭുതത്തോടുകൂടി നമുക്ക് കാണാനേ സാധിക്കുകയുള്ളൂ. അത്ഭുതത്തോടുകൂടി മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. നിരക്ഷരരായ പെണ്ണുങ്ങളാൽ സാക്ഷരതയില്ലാത്ത പെണ്ണുങ്ങൾ പ്രവാചകരുടെ സദസ്സിലും എന്നുള്ള ചോദ്യമാണ്. റബ്ബുർ റിജാലി വന്നിസാഇ വാഹിദു. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും റബ്ബ് ഒന്ന് തന്നെയല്ലേ എന്നാണ് പെണ്ണിന്റെ ചോദ്യം. റസൂൽ പറഞ്ഞു, അതെ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പടച്ചവൻ ഒന്ന് തന്നെയാണ്. രണ്ടാമത് ആ പെണ്ണ് ചോദ്യം ഉന്നയിക്കുകയാണ്, അന്തർ റസൂലു ഇലൈനാ വ ഇലൈഹിം. അല്ലാഹു തങ്ങളെ ദൂതനായി അയച്ചത്, റസൂലായി നിയോഗിച്ചത്, പ്രവാചകനായി പറഞ്ഞയച്ചത് ആണുങ്ങളിലേക്ക് മാത്രമാണോ, അതല്ല പെണ്ണുങ്ങളായ ഞങ്ങൾക്കും അങ്ങ് റസൂലാണോ? പ്രവാചകർ പറഞ്ഞു, അതെ, ആണുങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടതുപോലെ പെണ്ണുങ്ങളിലേക്കും അല്ലാഹു എന്നെ റസൂലായി നിയോഗിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം വരുന്നു, വഅബൂനാ ആദം വഉമ്മുനാ ഹവ്വാ. എന്നാൽ അല്ലാഹുവിന്റെ റസൂലേ, മനുഷ്യ പിതാവ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒന്ന് തന്നെയല്ലേ? മനുഷ്യ മാതാവ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒന്ന് തന്നെയല്ലേ? അതല്ല ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ എന്ന് അല്ലാഹു ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ? പടച്ചവൻ വ്യത്യാസം ചെയ്തിട്ടുണ്ടോ? ഇല്ല പെണ്ണേ, ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ നാലാമത്തെ ചോദ്യം വരുന്നു. അവൾക്ക് ചോദിക്കാനുള്ള ഇതാണ്. അതിന്റെ മുമ്പ് 3 ചോദ്യങ്ങൾ ആ പെണ്ണെന്തിനാണ് ചോദിച്ചത്? ഈ വ്യത്യാസം ആണിലും പെണ്ണിലും കാണുന്ന സമയത്താണ് അവൾ എന്താണ് ചോദിച്ചത്? ഫമസ്സബബു ഫീ അന്നല്ലാഹ യദ്കുറുർ റിജാൽ. പിന്നെന്തുകൊണ്ടാണ് അല്ലാഹു പുരുഷന്മാരെ മാത്രം പറയുന്നു? പുരുഷ മേധാവിത്വം മാത്രമാണല്ലോ കാണുന്നത്, പെണ്ണുങ്ങളായ ഞങ്ങളെ ഒഴിവാക്കുന്നുണ്ടല്ലോ. ജമാഅത്തിന് പറയുന്ന സ്ഥലത്ത്, ജുമാന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത്, പള്ളിയിലേക്ക് പോകുന്ന കാര്യങ്ങളിലും ഇത്തികാഫിരിക്കുന്ന കാര്യങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങളെ ഒഴിവാക്കുന്നുണ്ടല്ലോ. ആണുങ്ങൾക്ക് മാത്രം അതിന്റെ അവകാശം വെച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്കും വേണം അങ്ങനെയുള്ള അവകാശം എന്നാണ് ആ പെണ്ണിന്റെ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ പള്ളിയിൽ പോയി ഇത്തികാഫിരുന്നാൽ കിട്ടുന്ന പ്രതിഫലം ഞങ്ങൾക്ക്
മക്കളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അന്നത്തെ ഏത് പള്ളിയാണ്? മസ്ജിദുൻ നബവിയാണ്, അഷ്റഫുൽ ഖൽഖ് റസൂലിന്റെ പള്ളിയാണ്. ആ പള്ളിയിലും നമ്മുടെ മഞ്ഞനാടി പള്ളിയിലും ഇരുന്നാൽ ഒരുപോലെയുള്ള പ്രതിഫലമല്ല, ഇതിന്റെ എത്രയോ 10 മടങ്ങ് പ്രതിഫലമാണ് മസ്ജിദുൻ നബവിയിൽ പോയി ഇത്തികാഫിരുന്നാൽ. അതിനേക്കാളും പ്രതിഫലമാണ് മസ്ജിദുൽ ഹറാം. ലോകത്തൊന്നാം സ്ഥാനത്ത് കിടക്കുന്ന മസ്ജിദുൽ ഹറാം ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള സ്ഥാനം ലഭിക്കുന്ന പള്ളിയാണ് മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവിയിൽ പോയി നിസ്കരിക്കാനും അവിടെ ഇത്തികാഫിരിക്കാനുള്ള അവകാശം പെണ്ണുങ്ങൾക്കില്ലല്ലോ, ആണുങ്ങൾക്ക് മാത്രമാണ് പ്രവാചകർ വകവെച്ചു കൊടുത്തിരിക്കുന്നത്. ആരെന്ത് പറഞ്ഞാലും എന്റെ സഹോദരിമാർ ചിന്തിക്കണേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ ആ പള്ളിയിൽ നിസ്കരിച്ചതായി തെളിയിക്കാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല. പെണ്ണിനെ ജമാഅത്തിന് കൊണ്ടുപോകുന്നവരില്ലേ, പെണ്ണുങ്ങളെ ജുമാക്ക് കൊണ്ടുപോകുന്നവരില്ലേ, പെണ്ണിനിക്കും ജുമായുണ്ട്, അവൾക്ക് പള്ളിയെ തടയരുതെന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പോലെ, ഹഫ്സ റളിയല്ലാഹു തആല അൻഹയെ പോലെയുള്ള ആ ഉമ്മത്തുൽ മുഅ്മിനീങ്ങളായ മുഅ്മിനീങ്ങൾക്കുള്ള മാതാക്കളായ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ ആ മദീനത്തെ പള്ളിയുടെ ചാരത്തിരിക്കുമ്പോൾ ആ പള്ളിയും ആ വീടുമായി എത്ര ബന്ധമായിരുന്നോ അത്രയേറെ അടുത്തുള്ള വീട്ടിൽ നിന്ന് ജുമാക്ക് വന്നിട്ടുണ്ടോ? പ്രവാചകർ ജുമാക്ക് അവരെ ക്ഷണിച്ചിട്ടുണ്ടോ? ജമാഅത്തിന് അവരെ വിളിച്ചിട്ടുണ്ടോ? അവർ വീട്ടിൽ വെച്ചുകൊണ്ടല്ലേ നിസ്കരിച്ചത്? അവർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പുറത്തിറങ്ങാൻ അവരെ വീട്ടിൽ വെച്ചുകൊണ്ടല്ലേ അവർ നിസ്കരിച്ചത്? ഇത് തെളിയിക്കാൻ ആർക്കാണ് സാധിക്കുക അവർ പള്ളിയിലേക്ക് വന്നത്? അങ്ങനെ ഒരു ചരിത്രമില്ല. ഏതോ ഒരു പെണ്ണ് എപ്പോഴോ വന്ന് നിസ്കരിച്ചു. അങ്ങനെ ഇന്ന് നിസ്കരിക്കാറുണ്ടല്ലോ, നമ്മുടെ പള്ളിയുടെ ഭാഗത്ത് നിസ്കരിക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ. പുറത്തിറങ്ങി വന്ന പെണ്ണ് നിസ്കാരം ഖളാകുമെന്ന് കാണുമ്പോൾ അവൾക്ക് നിസ്കരിക്കണം, അതിന് സൗകര്യം ചെയ്തു കൊടുക്കാം. അല്ലാതെ പള്ളിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ജുമാക്കും ജമാഅത്തിനും പ്രവാചകർ ഒരു പെണ്ണിനെയും കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ വരുമായിരുന്നെങ്കിൽ അത് പുണ്യമായിരിക്കുന്ന കാര്യമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ പള്ളിയിൽ നിസ്കരിക്കണമായിരുന്നു. അവരാരും പള്ളിയിൽ വന്നില്ലല്ലോ. സമ്മതം ചോദിച്ച ഒരു ചരിത്രമില്ലേ? ഉമ്മു ഹുമൈദിൻ സായിദി റളിയല്ലാഹു അൻഹാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നുകൊണ്ട് സമ്മതം ചോദിച്ചില്ലേ? ഇന്നി ഉഹിബ്ബുസ് സ്വലാത മഅക, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് അങ്ങയോടൊപ്പം നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആഗ്രഹം ഉദിച്ചത്? ആ പള്ളിയിലെ ഇമാം ആരാ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ കൊതിക്കാത്തവരുണ്ടോ? ഉമ്മു ഹുമൈദിൻ സായിദി വന്നുകൊണ്ട് പ്രവാചകരോട് സമ്മതം ചോദിക്കുകയാണ്. അതും മദീനത്തെ പള്ളിയാണ്. നമ്മുടെ പള്ളിയേക്കാൾ എത്രയോ 10 മടങ്ങ് പ്രതിഫലമുള്ള പള്ളിയാണ്. ആ പള്ളിയിൽ നിസ്കരിക്കാൻ പ്രവാചകരോട് വന്ന് സമ്മതം ചോദിച്ചപ്പോൾ എന്താണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രതികരിച്ചത്? അലിംതു അന്നകി തുഹിബ്ബീന സ്വലാത മഈ, എടി പെണ്ണേ, എന്റെ കൂടെ നിസ്കരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല, ഞാനത് അറിയുന്നവനാ, അതറിയാത്തവനല്ല. പ്രവാചകരാണല്ലോ. ഓരോ മനുഷ്യന്റെ മനസ്സിരിപ്പ് അറിയാൻ പ്രവാചകർക്ക് അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അതിനേക്കാൾ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന അമൽ ഞാൻ പഠിപ്പിച്ചു തരാം. ഏതിനേക്കാൾ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഇമാമത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പിന്നിൽ മാമൂമായ മസ്ജിദുൻ നബവി എന്ന് പറയുന്ന നമ്മുടെ പള്ളികളെക്കാൾ എത്രയോ 10 മടങ്ങ് പ്രതിഫലം കിട്ടുന്ന ആ മസ്ജിദുൻ നബവിയാകുന്ന പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പുണ്യത്തെക്കാൾ നല്ല പുണ്യം നിങ്ങൾക്ക്, അധികരിച്ച
പുണ്യം, അതിനേക്കാൾ ഖൈറായ സ്ഥലം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മു ഹുമൈദിന് സായിദിനിക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. നിന്റെ വീടാ, വീട്ടിലും എവിടെയാണ്? നിന്റെ സ്വകാര്യ അറയില. അന്യപുരുഷനിക്കും പ്രവേശനമില്ലാത്ത, ഒരന്യപുരുഷനും കാണാൻ സാധ്യതയില്ലാത്ത സ്വകാര്യ അറകൾ വീട്ടിലുണ്ടാകുമല്ലോ. എല്ലാ മുസ്ലിമീങ്ങളെ വീടിലും അങ്ങനെ അറകൾ ഉണ്ടാകും. അത് പെണ്ണിനിക്ക് മാത്രം ഖാസായ അറയാണ്. അവിടെ ഒരു അന്യപുരുഷനിക്കും പ്രവേശനമില്ലാത്ത അറ. അവിടെ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരം മദീനത്തെ പള്ളിയിൽ എന്റെ കൂടെ നിസ്കരിക്കുന്ന നിസ്കാരത്തിനേക്കാൾ, പുരുഷന്മാരുമായി ഒത്തുകൂടുന്ന ഈ പള്ളി നിസ്കരിക്കുന്ന നിസ്കാരത്തിനേക്കാൾ നിനക്കത് ഖൈറെന്ന് പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുകയാ. ഖൈറു മസാജിദിൻ നിസാ ഖൈറു ബുയൂതിഹിന്ന. ഖൈറു മസാജിദിൻ നിസാ, പെണ്ണുങ്ങൾക്കുള്ള പള്ളികൾ വെച്ചുകൊണ്ട് ഏറ്റവും ഖൈറായ പള്ളി അതേതാണ് പ്രവാചകർ പറയുകയാണ്. ഖൈറു ബുയൂതിഹിന്ന, അവൾക്കുള്ള വീടിന്റെ ഉള്ളിന്റെ ഉള്ളാൾ. മാ സല്ലത്തിൽ മർഅതു അഹബ്ബ ഇലല്ലാഹ് ഫീ ബൈതിഹാ ദുൽമാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു പെണ്ണ് അല്ലാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം അവൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ വെച്ചുകൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു എന്നല്ല പറഞ്ഞത്, സംഘടനയെ തൃപ്തിപ്പെടുത്താനെന്നല്ല പറഞ്ഞത്, സംഘടനക്ക് ശക്തി പകരാൻ വേണ്ടി എന്നല്ല പറഞ്ഞത്, പടച്ചവനെ തൃപ്തിപ്പെടുത്താൻ, അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കാൻ ഒരു പെണ്ണ് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ വെച്ചുകൊണ്ട് ഏറ്റവും പ്രതിഫലാർഹമായ നിസ്കാരം ഏതാണ്? ഇരുട്ടുള്ള മുറിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. പുറത്തുനിന്ന് അന്യപുരുഷൻ നോക്കിയാൽ ഒരു നിലക്കും കാണാൻ സാധ്യതയില്ലാത്ത സ്വകാര്യ അറയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ നിസ്കാരമെന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാ. അന്നൊന്നും പെണ്ണുങ്ങൾക്ക് പള്ളിയിലേക്ക് പോകാൻ അവകാശമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പെണ്ണ് 3 ചോദ്യങ്ങൾ ഉന്നയിച്ചോ. അവസാനം ചോദിക്കുകയാണ്, ഫമസ്സബബു ഫീ അന്നല്ലാഹ യദ്കുറു റിജാൽ. ആലോചിക്കണേ എന്റെ ഉമ്മമാർ, എന്റെ സഹോദരിമാർ, ഫിത്നയുടെ കാലമാണ്, ദജ്ജാൽ വരാനുള്ള കാലമാണ്, ഇമാം മഹ്ദിയുടെ വരവടുത്ത കാലമാണ്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു സിരിയയിൽ വരുമെന്നുള്ള ചരിത്രം കേട്ടത് കൊണ്ടല്ലേ ഇന്ന് സിരിയയിൽ പാവപ്പെട്ട എത്ര പിഞ്ചു പൈതന്മാരെയാണ് ക്രൂരമായി വധിക്കപ്പെടുകയാണ്. അവർ നമ്മളുടെ ശരീരത്തിന്റെ ഭാഗമല്ലേ. മസലുൽ മുഅ്മിനി കൽ ബുന്യാൻ, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം പോലെയാണ്, ഒരു ബിൽഡിംഗ് പോലെയാണ്. ആ കെട്ടിടത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു കല്ലിനിക്ക് തകരാറ് വന്നാൽ കെട്ടിടം മുഴുവനും തകരാറില്ല. ഇതുപോലെയാണ് മുഅ്മിനായ മനുഷ്യൻ. അവൻ സിറിയയിലാവട്ടെ, അവൻ ആഫ്രിക്കയിലാവട്ടെ, അവൻ ഫലസ്തീനിലാവട്ടെ, അവൻ അമേരിക്കയിലാവട്ടെ, അവൻ ഇറാഖിലാവട്ടെ, എവിടെയാണ് ഒരു മുസ്ലിമായ മനുഷ്യനുള്ളതെങ്കിലും അവൻ വേദനിക്കുമ്പോൾ അതിന്റെ പേരിൽ മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയം വേദനിക്കാണ്ടിരിക്കില്ല, പ്രയാസപ്പെടാണ്ടിരിക്കില്ല. ഇമാം മഹ്ദി വന്നാൽ ഇവിടുത്തെ ജൂത ക്രിസ്തു ജനങ്ങളെ മുഴുവനും അതാ പരാജയപ്പെടുത്തുമെന്നുള്ള ആ വിവരം അവർക്കറിയാം. അഹ്ലു കിതാബിന്റെ അഹ്ലുകാർ അതാ ക്രൂരമായ മുസ്ലിം സമുദായത്തിൽ ജനിക്കുന്ന പിഞ്ചു പൈതങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്റെ സഹോദര, നാം ഒരിക്കലും പ്രയാസപ്പെട്ടു പോകരുത്. നാം ഒരിക്കലും നമ്മൾക്കുള്ളതായ ചിന്തയിൽ എന്തുകൊണ്ട് പടച്ചവൻ ഇതിനൊരു പ്രതികാരം ചെയ്യുന്നില്ല എന്ന് ചിന്തിച്ചു പോകരുത്. നിങ്ങൾക്കറിയുമോ, സയ്യിദുനാ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം, ആ മഹാനായ പ്രവാചകർ ജനിച്ചാൽ ഫിർഔനെ നശിപ്പിക്കുമെന്നുള്ള സ്വപ്നം കണ്ടതിന്റെ പേരിൽ ബനൂ ഇസ്രായേൽ ജനിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി എത്രയോ ലക്ഷത്തോളം വരുന്ന കുഞ്ഞുങ്ങൾ
മക്കളെയല്ലേ കൊതിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔന്റെ നാശത്തിന് കാരണമായ കുഞ്ഞിനെ ആ ഫിർഔന്റെ കൈകളെ കൊണ്ട് തന്നെ അല്ലാഹു തആല വളർത്തിയെടുത്തവനല്ലേ. ആ റബ്ബിലുള്ള വിശ്വാസം ഒരിക്കലും മുഅ്മിനീങ്ങൾക്ക് നഷ്ടപ്പെടില്ല. അല്ലാഹുവേ, സിറിയയിലുള്ള മുസ്ലിമീങ്ങൾക്ക് നീ വിജയം കൊടുക്കണേ അല്ലാ, അവർക്ക് നീ ശക്തി പകരണേ അല്ലാ, അവരെ നീ സഹായിക്കണേ അല്ലാ, അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്റെ മുഅ്മിനീങ്ങളെ. കാരണം അവർ നമ്മളുടെ ശരീരത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇമാം മഹ്ദി വരാനുള്ള കാലമാണ്, ദജ്ജാലിന്റെ പുറപ്പാടിനടുത്ത കാലമാണ്. ഫിത്നകളൊക്കെ നിറഞ്ഞു വന്നിരിക്കുകയാണ്. എന്റെ ഉമ്മമാരെ സഹോദരിമാർ, ഈമാനെ കാത്തുകൊള്ളണേ. ശരീരം കാക്കാൻ നമ്മൾക്ക് കഴിയില്ല. ഈ ബോഡി ആരെങ്കിലും കട്ടുകൊണ്ടുപോകും, അതല്ലെങ്കിലും നശിഞ്ഞു പോകുന്നതാണ്. ഈ ബോഡിയെ അല്ലാഹു തആല നിശ്ചയിച്ച സമയമെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ബോഡിയെ അല്ലാഹു തആല അവന്റെ ലോകത്തേക്ക് കൊണ്ടുപോകുമെന്ന കാര്യം ഉറപ്പാണല്ലോ. മരിക്കുമെന്നതിൽ ആർക്കും സംശയമില്ല. കാക്കേണ്ടത് ഈമാനാണ്, വിശ്വാസത്തെ കാക്കുന്നവരാണ്. ഖിയാമത്ത് നാളിൽ ഒരുപാട് ബിദ്അത്തിന്റെ കക്ഷികളൊന്നും കൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വീടുകളിലേക്ക് അവർ കയറി വന്നേക്കാ. നിങ്ങളോട് വന്ന് പള്ളിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ, പള്ളിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ, ജമാഅത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ, ജുമകളിലേക്ക് ക്ഷണിക്കുമ്പോൾ, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ പള്ളിയിലേക്ക് ജുമാക്ക് പോയിട്ടുണ്ടോ എന്നെങ്കിലും ചോദിക്കാൻ എന്റെ സഹോദരിമാർ ധൈര്യം കാണിക്കണേ. നിങ്ങളുടെ ഉമ്മമാർ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരാണ്, മുഅ്മിനീങ്ങൾക്കുള്ള മാതാക്കളല്ലേ, അവർക്കുള്ള മാതൃകയല്ലേ നാം സ്വീകരിക്കേണ്ടത്, അവർ സഞ്ചരിച്ച വഴിയല്ലേ നാം സഞ്ചരിക്കേണ്ടത്. എന്നാൽ പ്രവാചകരോട് വന്നുകൊണ്ട് സമ്മതം ചോദിച്ച പെണ്ണിന് വരെ അല്ലാഹുവിന്റെ റസൂല് ഖൈർ പഠിപ്പിച്ചു കൊടുത്തത് ഗുണകരമാനേതാണെന്ന്, എവിടെയാണ് നിസ്കരിക്കേണ്ടത്, എവിടെയാണ് പെണ്ണിനിക്ക് പ്രതിഫലം അധികമുള്ളതെന്ന് അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ലേ. അവൾക്കുള്ള വീടല്ലേ ഉത്തമം അവൾക്കെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ പെണ്ണ് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് റസൂലേ ഞങ്ങളെ തടയുന്നു? ഞങ്ങളെ പള്ളിയിൽ നിന്ന് തടഞ്ഞോ? സാമൂഹിക പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കില്ലല്ലോ, ഞങ്ങളൊക്കെ ഒഴിവാക്കുന്നുണ്ടല്ലോ. പുരുഷന്മാരെ പടച്ച റബ്ബന്നയല്ലേ ഞങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്, പുരുഷന്മാർക്ക് നിയോഗിക്കപ്പെട്ട റസൂല് തന്നെയല്ലേ ഞങ്ങളുടെ റസൂല്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ മാതാവ് ഒരേ പിതാവ് തന്നെയല്ലേ. പിന്നെന്തുകൊണ്ട് ഞങ്ങൾക്ക് അവകാശങ്ങൾ നഷ്ടപ്പെടുത്തുന്നു, ഞങ്ങളുടെ അവസാനങ്ങൾ അനിക്കപ്പെടുന്നുണ്ട് എന്ന് പ്രവാചകരോട് പറഞ്ഞപ്പോൾ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിനെന്ന് മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ നസറുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പ്രവാചകരോട് ഓതിക്കൊടുക്കുകയാണ്, വലാ തതമന്നഹു മാ ഫളലല്ലാഹു ബിഹി ബഅലഹും അലാ ബഅല ലിർരിജാലി നസീബുൻ മിമ്മ ഇക്തസബൂ വലിന്നിസാഇ നസീബുൻ മിമ്മ ഇക്തസബ്നാ വസ്അലുല്ലാഹ മിൻ ഫളിഹി. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംശയം ചോദിച്ചപ്പോൾ, പരാതി പറഞ്ഞപ്പോൾ, ഞങ്ങൾക്ക് അവകാശങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഖുർആൻ സൂക്തങ്ങൾ ഓതിക്കേൽപ്പിക്കുകയാണ്. വലാ തതമന്നഹു മാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് ചില മികവുകൾ കൊടുക്കുമ്പോൾ അതിലാരും ആഗ്രഹിക്കേണ്ടതില്ല. ലിർരിജാലി നസീബുൻ മിമ്മ ഇക്തസബൂ വലിന്നിസാഇ നസീബുൻ മിമ്മ ഇക്തസബ്നാ.
അവരവരോട് കൽപ്പിച്ചത് അവരവർ പ്രവർത്തിക്കുക. അല്ലാഹു ആണുങ്ങളോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുന്നു, അതിൽ നിന്ന് പെണ്ണുങ്ങൾ അല്ലാഹു തആല ഒഴിവാക്കുന്നു. അതേ സമയത്ത് പ്രതിഫലം കിട്ടാനുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല സ്ത്രീ സമൂഹത്തിന് വെച്ചു കൊടുക്കുന്നു, അത് പുരുഷന്മാർക്കില്ല. ഈ വ്യത്യാസം അല്ലാഹു ഉണ്ടാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരവർക്ക് കൽപ്പിച്ചതനുസരിച്ചുകൊണ്ട് അവരവർ ജീവിച്ചാൽ അതിനുള്ള പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ്. വസ്അലുല്ലാഹ മിൻ ഫദ്ലി, ചോദിക്കേണ്ടത് പടച്ചവന്റെ ഫദ്ലിനെയാണ്. എന്ത് എനിക്ക് പള്ളി തടഞ്ഞോ, എന്തിനാണ് എനിക്ക് ജമാഅത്ത് തടഞ്ഞോ, ജുമാ എന്തിനാണ് ഞങ്ങൾക്ക് തടഞ്ഞതെന്ന് ചോദിക്കരുത്. പടച്ചവനോട് ഫദ്ൽ ചോദിക്കുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, എടി പെണ്ണേ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കൊരു അവകാശം തന്നിട്ടുണ്ടല്ലോ, ഗർഭം ചുമക്കുക എന്നുള്ളൊരു അവകാശം അല്ലാഹു തന്നത് പെണ്ണിനിക്കല്ലേ, അത് പുരുഷനിക്കില്ലല്ലോ. ഒരു കുഞ്ഞിനെ 10 മാസക്കാലത്തോളം, സാധാരണ ഒരു വാക്കാണ് 10 മാസം, 9 മാസവും 10 ദിവസക്കാലവും ഒരു കുഞ്ഞിനെ വയറ്റിൽ വെച്ച് നടക്കുന്ന ഒരു ചാൻസ് അല്ലാഹു തആല കൊടുത്തത്, ഒരവകാശം കൊടുത്തിരിക്കുന്നത് അത് പെണ്ണിനിക്ക് മാത്രമാണ്, അത് പുരുഷനിക്കില്ല. അല്ലാഹു പെണ്ണിനിക്ക് മാത്രം നിശ്ചയിച്ചു കൊടുത്തതാണ്. ഇന്ന ലിഹാമിലി മിൻകുന്ന അജ്റുൻ മിസ്ല സ്വാഇമിൻ വഖായിമി. അറിയണേ പെണ്ണുങ്ങളെ, സഹോദരിമാരെ മനസ്സിലാക്കണേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ നിന്ന ഒരു പെണ്ണ് ഗർഭം ചുമക്കുകയും ആ ഗർഭത്തെ ശിശുവിന് വേണ്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ ഗർഭത്തെ ശിശുവിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, അത് ചില്ലറയല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് പകരം നിങ്ങൾക്ക് തരുന്നത് മിസ്ല സ്വാഇമിൻ വഖായിമി. ഒരു പുരുഷൻ അവന്റെ ആയുസ്സുകാലം മുഴുവനും, അവന്റെ മരണം വരെ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുകയും പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഒരു ഗർഭത്തെ ശിശുവിന് വേണ്ടി ഒരു പെണ്ണ് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അല്ലാഹു കൊടുക്കുകയാ. ഇതൊരു പുരുഷനിക്ക് നേടാൻ സാധ്യമല്ല. പുരുഷനിക്കയോ, അത് അല്ലാഹു തആല പെണ്ണുങ്ങൾക്ക് വെച്ചു കൊടുത്തതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനിപ്പിക്കുക മാത്രം ചെയ്തതല്ല, ഒരു പെണ്ണിന് അത്രത്തോളം പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. വഖം ലൈലതൻ ളാഖത് ബിസിഖലിക തസ്തഗി ലഖാ മിൻ ജവാഹാ ഹന്നതും വസഫീറു ലിഉമ്മിക ഹഖ്ഖുൻ ലൗ അലിംത കസീറു كثيرك يا غادا لديه يسير لأمك حق. നിന്റെ മാതാവിനോട് നിനക്ക് കടമയുണ്ട്, നിന്റെ മാതാവിനോട് നിനക്കൊരുപാട് കടപ്പാടുകളുണ്ട്, നിന്റെ മാതാവിനോട് നിനക്കൊരുപാട് ബന്ധങ്ങളുണ്ട്, നിന്റെ മാതാവിനോട് നിനക്കൊരുപാട് ഹക്കുകളുണ്ട്. ലൗ അലിംത ഖബീറു, ഓ മനുഷ്യ, നീ അത് മനസ്സിലാക്കുകയാണെങ്കിൽ, നീ അത് അറിയുകയാണെങ്കിൽ, ആ കടമയും ആ ബന്ധവും വലിയ ബന്ധമാണ്, അത് വലിയ കടമയാണ്. കസീറുക യാ ഹാദാ ലദൈഹി യസീറു. നിന്റെ മാതാവിനിക്ക് വേണ്ടി നീ എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചാലും, നീ എത്ര ത്യാഗങ്ങൾ ചെയ്താലും, നീ എത്ര ഖിദ്മത്ത് ചെയ്താലും, നിന്റെ മാതാവിന് വേണ്ടി നീ എത്ര സേവനം ചെയ്താൽ ലദൈക യസീറു. നിന്റെ മാതാവിന്റെ ത്യാഗങ്ങൾക്ക്, നിന്റെ മാതാവിന്റെ കഷ്ടതകൾക്ക്, നിന്റെ മാതാവിന്റെ പ്രയാസങ്ങൾക്ക് ചേർത്താൽ അത് നിസ്സാരമാണോ? അത് നിസ്സാരമാ. വഖം ലൈലതൻ ളാഖത് ബിസിഖലിക തസ്തഗി ലഖാ മിൻ ജവാഹാ ഹന്നതും വസഫീറു. നിനക്കറിയാമോ, നിന്റെ മാതാവ് ഗർഭം ചുമന്നിരിക്കുന്ന സമയത്ത് ആ ഗർഭത്തെ ശിശുവിന്റെ വളർച്ച അനുസരിച്ചുകൊണ്ട് ആ മാതാവ് എത്ര കഷ്ടപ്പെട്ടവളാണ്, എത്ര ത്യാഗങ്ങൾ സഹിച്ചവളാണ്, എത്ര രാത്രി ഉറക്കം പഠിച്ചവളാണ്, ഭക്ഷണങ്ങളിൽ നിന്ന് മാറി നിന്നവളാണ്, കഴിക്കാൻ പറ്റാതെ, ഉറങ്ങാൻ പറ്റാതെ, നടക്കാൻ പറ്റാതെ, ഇരിക്കാൻ കഴിയാതെ
കഴിയാതെ എത്ര കഷ്ടങ്ങളാണ്, എത്ര രാത്രികളാണ് അവൾ നിനക്ക് വേണ്ടി ഉറക്കം ഒലിച്ചത്, എത്ര രാത്രികളാണ് അവർ കിടന്നുറങ്ങാൻ കഴിയാതെ, ഇരുന്നുറങ്ങാൻ കഴിയാതെ, ചരിഞ്ഞു കിടക്കാൻ കഴിയാതെ നിനക്ക് വേണ്ടി എത്ര പ്രയാസപ്പെട്ടവളാണ് നിന്റെ ഉമ്മ. എടിപ്പെണ്ണേ, അല്ലാഹു നിനക്ക് മാതാവെന്നുള്ള സ്ഥാനം വെച്ച് തന്നില്ലേ? എന്താണ് മാതാവിന്റെ സ്ഥാനം എന്നറിയുമോ? മാതാവിന്റെ പ്രാർത്ഥനയില്ലാതെ ഒരു മകനിക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. മാതാവിന്റെ അനുഗ്രഹമില്ലാതെ, മാതാവിന്റെ ആശീർവാദം ലഭിക്കാതെ, മാതാവിന്റെ പൊരുത്തമില്ലാതെ ഒരാൾക്കും സ്വർഗത്തിലേക്ക് എത്താൻ സാധ്യമല്ലെന്നല്ലേ, സാധ്യമല്ലെന്നല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇത് ആലോചിക്കുന്ന ഒരു പെണ്ണ്, ഇത് ചിന്തിക്കുന്ന ഒരു പെണ്ണ്, ഇത് മനസ്സിലാക്കുന്ന ഒരു പെണ്ണ് എനിക്കും പള്ളി വേണമെന്ന് ചോദിച്ചു പോകില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഗർഭം ചുമക്കുക എന്നുള്ള അവകാശം കൊടുത്തത് പെണ്ണിനിക്കാണ്. ഇന്ന ലിഹാമിനി മിൻകുന്ന അജ്റുൻ മിഥല സായിമിൻ വഖായിമി. എത്ര പ്രയാസങ്ങളാണ് ഒരു മാതാവ് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയാണ്, അതൊന്നും അല്ലാഹു നിസ്സാരമായി കാണുന്നില്ല. മാത്രമല്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്നങ്ങോട്ട് പറയുകയാണ്, അങ്ങനെ പ്രയാസപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങളൊക്കെ തരണം ചെയ്ത് അവസാനം ആ ഗർഭത്തെ ശിശുവിനെ പുറത്തു കൊണ്ടുവരുന്ന സമയത്ത്, പ്രസവ സമയത്ത് ഒരു പെണ്ണനുഭവിക്കുന്ന വേദനകളുണ്ടല്ലോ, സങ്കടങ്ങളുണ്ടല്ലോ, കഷ്ടതകളുണ്ടല്ലോ. മാലഹാ മിൻ നജ്രി, എത്രയാണ് അതിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം. അതെണ്ണി തിട്ടപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ലാത്ത, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗർഭത്തെ ശിശുവിനെ പ്രസവിക്കുന്ന സമയത്ത് ഒരു ഉമ്മ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും അല്ലാഹു തആല കൊടുക്കുമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഓഫറാ. ഇത് തള്ളിക്കളയാൻ ആർക്കും കഴിയില്ല. ഇത് നഷ്ടപ്പെടുന്ന ഓഫറുകളല്ല, ഇതൊരിക്കലും നശിക്കാത്ത ഓഫറാണ്. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ മനസ്സിലാക്കണേ. ഗർഭത്തെ ശിശുവിന് വേണ്ടി നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളൊക്കെ അല്ലാഹു വെറുതെയാക്കില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, അതിനുള്ള പ്രതിഫലം എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. വദുനാക ഫർഗബ് ഫീ അമീമി ദുആയിക വഅൻത ലിമാ തദൂ ഇലൈഹ ഫഖീറൂ. അതുകൊണ്ടാണ് കവി പറയുന്നത്, മാതാവിന്റെ പ്രാർത്ഥനയില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. മാതാവ് വേദനിച്ചാൽ, മാതാവ് സങ്കടപ്പെട്ടാൽ നിന്റെ അമാലുകളൊന്നും പടച്ചവൻ സ്വീകരിക്കില്ല. ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ ഒരുപാട് തവണ കേട്ടവരാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല, എല്ലാവർക്കും ഓർമ്മയുള്ള കഥയാണല്ലോ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ, മാതാവ് വന്നുകൊണ്ട് ജുറൈജിനെ വിളിച്ചില്ലേ? എന്തിനാണ് ജുറൈജ് വീട് വിട്ടിറങ്ങിയത്? എന്തിനാണ് ജുറൈജ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്? മാതാവിനെ തനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, മാതാവിനെ വെറുത്തുകൊണ്ടല്ല, മാതാവിനുമായി ഒത്തുകഴിയാൻ കഴിയാത്തത് കൊണ്ടല്ല, തന്റെ ഭാര്യയുടെ തലയണി മന്ത്രം കേട്ടും കൊണ്ടല്ല. നമുക്കിനി ഒന്നിച്ചു കഴിയാൻ കഴിയില്ല, നിങ്ങളുടെ ഉമ്മ ശല്യമാണ്, അതുകൊണ്ട് നമുക്കൊരു വീട് നോക്കണം, അതൊരു ചെറ്റക്കുടിയാണെങ്കിലും ശരി ഇവിടെ നിന്ന് പുറത്തിറങ്ങണമെന്ന് ഭർത്താവിനോട് മന്ത്രിച്ച മന്ത്രം കൊണ്ടല്ല. ഇന്നത്തെ സമൂഹം പോലെയല്ല. ഇന്ന് വിവാഹം കഴിച്ച് 1-2 മാസം ഒരുമിച്ച് കഴിയുന്നു, 3-ാമത്തെ മാസം വീട് മാറുന്നു. എന്തിനാണ്? പിന്നവനെ മാതാവിനെ കണ്ടുകൂടാ, പിതാവിനെ കണ്ടുകൂടാ, മാതാവിന്റെയും പിതാവിന്റെയും കുടുംബത്തെ കണ്ടുകൂടാ. അവനിക്ക് അവന്റെ ഭാര്യ മതി, മറ്റാരും അവനിക്ക് വേണ്ട. എല്ലാം ഒഴിവാക്കിയും കൊണ്ട് അനുകുടുംബങ്ങളിലേക്ക്, ഫ്ലാറ്റ് ജീവിതത്തിലേക്ക് നീങ്ങുന്നത് പോലെ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു ആശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയതല്ല, മാതാവ് ശല്യമായത് കൊണ്ട് ഇറങ്ങിയതല്ല. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു ഫഫിറൂ ഇലല്ലാഹ് ഇന്ന ലില്ലാഹി ഇബാദ
نادى فوتنا طلقوا الدنيا وخافوا الفتنا نظروا فيها فلما علموا أنها ليست لحي وطنا جعلها لجة واتخذوا صالح الأعمال فيها سفنا إن لله عبادا അല്ലാഹുവിനിക്ക് ചില അടിമകളുണ്ട്. അവർ യഥാർത്ഥ അടിമകളാണ്. അവർ പടച്ചവനെ നേതാവായ, പടച്ചവനെ രാജാവായ, അല്ലാഹുവിനെ പരിപാലകനായ, അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കുമ്പോൾ അവർക്ക് ദുനിയാവ് ഒഴിവാക്കേണ്ടി വരുന്നു, ഇവിടുത്തെ ബന്ധങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്നു. അവർ ഖൽവത്ത് കൊതിക്കുന്നവരാണ്, അവർ ഏകാന്ത ജീവിതം കൊതിക്കുന്നവരാണ്, അവർ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കൊതിക്കുന്നവരാണ്, ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കാൻ കൊതിക്കുന്നവരാണ്, അവർ അല്ലാഹുമായിട്ടുള്ള ആ ഏകാന്ത ജീവിതത്തിലേക്ക് മടങ്ങുന്നവരാണ്. എന്തുകൊണ്ടെന്നാൽ ഇബാദത്തിന് തടസ്സമാകുമോ? അല്ലാഹുവിനെ ഓർക്കുന്നതിന് തടസ്സമാകുമോ? വലൗ ഖാതറത് ലീ ഫീ സിവാക ഇറാദാ അല്ലാ ഖാതിരി യൗമൽ ഹഖംതു ബിറിദ്ദതി. പടച്ചവന്റെ ഓർമ്മയല്ലാത്ത ദുന്യവിയായ ഓർമ്മകൾ കടന്നു വരുമോ എന്ന് പേടിച്ചതുകൊണ്ട് ഈമാനെ കാക്കാൻ വേണ്ടി അവർ ജനങ്ങളുമായി മാറി താമസിക്കുന്നവരാണ്, വിജനമായ പ്രദേശത്തേക്ക് ചെല്ലുന്നവരാണ്, അവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ കൊതിക്കുന്നവരാണ്. ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കുന്നത് അല്ലാഹുവിനോടുള്ള ബന്ധം കൂട്ടാനാണ്, പടച്ചവനോടുള്ള ഇഷ്ക് കൊണ്ടാണ്, അല്ലാഹുവിനോടുള്ള പ്രേമം കൊണ്ടാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹു വീട് വിട്ടിറങ്ങുന്നു. വിജനമായ പ്രദേശത്ത്, ജനങ്ങളില്ലാത്ത, ജനപ്പാർപ്പില്ലാത്ത, ആൾപ്പാർപ്പില്ലാത്ത പ്രദേശത്ത് ചെന്നുകൊണ്ട് ജുറൈജ് റളിയല്ലാഹു അൻഹു ടെണ്ടടിച്ചുകൊണ്ട്, ഖൈമയടിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്തിലായി കഴിയുകയാണ്, ഇബാദത്തിലായി കഴിയുകയാണ്. മാതാവിന്റെ മനസ്സല്ലേ, ഉമ്മാന്റെ മനസ്സല്ലേ, ഒരു ദിവസം മകനെ കാണാത്തതിന്റെ പേരിൽ വേദനിക്കുന്ന മനസ്സ് ലോകത്തുണ്ടെങ്കിൽ അത് ഉമ്മ മനസ്സ് മാത്രമാ. ഓർക്കണേ എന്റെ ചെറുപ്പക്കാരാ, മാതാവുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധമാണ്, അത് പൊക്കിൽ കൊടിയുടെ ബന്ധമാ. നീ നിന്റെ മാതാവിനെതിരെ ചവിട്ടാനുള്ള കാലെടുത്ത് ഉയർത്തുന്ന സമയത്തതാ നിന്റെ പൊക്കിൽ കൊടി ചിരിക്കുകയാ. മാതാവിന്റെ പള്ളയിൽ കിടക്കുമ്പോൾ, മാതാവിന്റെ പള്ളയിൽ കിടക്കുന്ന സമയത്ത് പൊക്കിൽ കൊടിയിൽ കൂടി മാതാവിന്റെ ശരീരത്തിൽ നിന്നുള്ളതായിരിക്കുന്ന, നിനക്ക് ആവശ്യമായിരിക്കുന്ന, നിനക്ക് നിന്റെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അല്ലാഹു തആല മാതാവിന്റെ ശരീരത്തിൽ നിന്ന് പൊക്കിൽ കൊടി കൂടി അല്ലാഹു തആല നിനക്കത് പമ്പ് ചെയ്ത് തന്നിരിക്കുകയാണ്. ആ ബന്ധം ഒരിക്കലും നശിക്കാത്ത ബന്ധമാണ്. പൊക്കിളിന്റെ അടയാളത്തിൽ കൂടി മാതാവിന്റെ ബന്ധം എന്നും മനസ്സിലാക്കാൻ അല്ലാഹു നിലനിർത്തി തന്നിരിക്കുകയാണ്. ചെറുപ്പക്കാരാ, ആലോചിക്കണേ, എത്ര പ്രയാസപ്പെടുത്തിയാലും, എത്ര സങ്കടപ്പെടുത്തിയാലും, ആട്ടിപ്പുറത്താക്കപ്പെട്ട ഉമ്മ വരെ തന്റെ മകനെ കാണാൻ കൊതിക്കാതിരിക്കില്ല. കാരണം അത് ഉമ്മ മനസ്സാണ്. അങ്ങനെ ഒരു മനസ്സ് അല്ലാഹു തആല ലോകത്ത് കൊടുത്തിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഉമ്മ മാത്രമാ. ആ ഉമ്മാനെ ഒഴിവാക്കാൻ കഴിയില്ല. أرسلت عنك العذاب يمينها وما هجرها إلا لديك سرير. അറിയുമോ നിനക്ക്, നീ ഒരു ചെറിയ പ്രായമുള്ളൊരു കാലഘട്ടം നിനക്കുണ്ടായിരുന്നല്ലോ. മാതാവിന്റെ അമ്മിഞ്ഞ പാല് കുടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസരം നിനക്കുണ്ടായിരുന്നല്ലോ. ആ അവസരത്ത് നിന്റെ മാതാവിന്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് നീ കാറ്റിച്ചില്ലേ, നീ മൂത്രം ഒടിച്ചില്ലേ, അതൊക്കെ നിന്റെ അമ്മ നിനക്ക് വൃത്തിയാക്കി തന്നില്ലേ. അതിനൊരു വെറുപ്പും തോന്നാതെ, അതിനൊരു ചെക്കും തോന്നാതെ, ഒരു പ്രയാസവും തോന്നാതെ സ്വന്തം കരങ്ങളെ കൊണ്ടത് തുടച്ചു മാറ്റിയ ഉമ്മയല്ലേ. നിന്റെ മാതാവിന്റെ മടിത്തട്ട് നിനക്കെന്നും വിശ്രമം നൽകുന്നതാ. നീ എത്ര പ്രായമുള്ളവനാണെങ്കിലും, നിനക്കെത്ര
എത്ര മക്കൾ ജനിച്ചാലും, നീ എത്ര ഉയർന്ന പദവിയിലേക്ക് എത്തിയാലും, നിന്റെ മാതാവിന്റെ മടിത്തൊട്ട് നിനക്ക് മെത്തയാണ്, നിനക്ക് കട്ടിലാണ്, നിനക്ക് തൊട്ടിലാണ്. അവിടെ കിടന്നുറങ്ങാം, അവിടെ കളിക്കാം, അവിടെ വിശ്രമിക്കാം. ഞാൻ ചോദിക്കട്ടെ, മാതാവിനെ പുറത്താക്കപ്പെട്ടോ, വർഷങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം വൃദ്ധാശ്രമത്തിൽ കിടക്കുന്ന മാതാവിനെ കാണാൻ വേണ്ടി പോയ മകൻ അടുത്ത് വിളിച്ചും കൊണ്ട് ആ മാതാവിന്റെ മടിത്തട്ടി തലവെച്ച് കിടക്കുമ്പോൾ ആ ഉമ്മ മനസ്സ് ഖേദിച്ചില്ലേ? കാരുണ്യം നിറഞ്ഞ ഉമ്മ ആ കുഞ്ഞിന്റെ തലയോടി കൊടുക്കുന്നില്ലേ? ആ മകന്റെ ഭവിഷ്യത്തിന് വേണ്ടി പ്രാർത്ഥന നടത്താറില്ലേ? എത്രയെത്ര സംഭവങ്ങളാ! ഇത് ഉമ്മാക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, ഉമ്മാക്ക് മാത്രമേ കഴിയുകയുള്ളൂ. തന്റെ കെട്ടിയോളുടെ വാക്ക് കേട്ടും കൊണ്ട് മാതാവിനെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ ചേർക്കണമെന്ന് അതാ നിരന്തരമായുള്ള തന്റെ ഭാര്യയുടെ നിർദ്ദേശത്തിന് വഴങ്ങിക്കൊണ്ട്, തന്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അവസാനം ഗത്യന്തരമില്ലാതെ മാതാവിനെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ വിട്ടു വന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം വായിച്ചവരാണല്ലോ, കേട്ടവരാണല്ലോ നാമൊക്കെ. വർഷങ്ങൾ കഴിയുന്നു. അവസാനം ഒരു ദിവസം അതാ തന്റെ ഭാര്യയ്ക്ക് തന്നെയും വേണ്ട, ഭർത്താവിനെയും അടുക്കുകയാ. ഭർത്താവിനെയും വടിച്ചിട്ടും കൊണ്ട് തന്റെ കൂടെയുള്ള 2 കുട്ടികളെയും എടുത്തുകൊണ്ട് അവളതാ അപ്രത്യക്ഷിതമാവുകയാ. ഭർത്താവ് ഒറ്റപ്പെടുകയാ. അവസാനം അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ തന്റെ മാതാവ് വൃദ്ധസദനത്തിലുള്ള തന്റെ മാതാവിനെ കാണാൻ, ആ മാതാവിനെ കണ്ട് സംസാരിക്കാൻ താൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട തന്റെ മാതാവിനൊന്ന് കണ്ടുവരാമെന്നുള്ള ആഗ്രഹത്തോടെ വൃദ്ധസദനത്തിലേക്ക് അവൻ മടങ്ങുകയാണ്. ആ സമയത്തതാ എല്ലാം ഒട്ടിക്കിടക്കുന്ന, ശരീരത്തിന്റെ മാംസങ്ങൾ മുഴുവനും എല്ലിയോട് ചേർന്ന് കിടക്കുന്ന പ്രായമുള്ള മാതാവിന് പരിചയം കിട്ടാതെ വരുമ്പോൾ ആ ഉമ്മാക്ക് മകനെ മറക്കാൻ കഴിഞ്ഞില്ല. തന്റെ മകനെ ദൂരെ നിന്ന് കാണുന്നു, അടുത്ത് വിളിക്കുന്ന മോനെ, നിനക്കെന്ത് പറ്റിയടോ? നിന്റെ മുഖത്ത് വല്ലാത്ത പ്രയാസം കാണുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാൻ ആ ഉമ്മാക്ക് സാധിച്ചുവല്ലോ. ആ മകനെ തന്റെ ചാരത്ത് വിളിച്ചുകൊണ്ട് ആ മകന്റെ തലയോട് കൊടുത്ത ചരിത്രങ്ങൾ എന്റെ സഹോദരാ ഓർക്കുന്നുണ്ടോ? മാതാവിന്റെ മനസ്സെങ്ങനെയാണ്? മാതാവിന്റെ കൃപ എങ്ങനെയാണ്? അങ്ങനെ ഒരു കൃപ നൽകാൻ, ഒരു സ്നേഹം നൽകാൻ ലോകത്ത് മാതാവിനിക്കല്ലാണ്ട് മറ്റൊരാൾക്കും സാധ്യമല്ല. ആ ഉമ്മയതാ മകനെ തേടി വരുന്നു. ജുറൈജ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന തന്റെ മകൻ വീട് വിട്ട് ദിവസങ്ങളാ. ഉമ്മ മനസ്സ് മകനെ കാണാൻ കൊതിക്കുകയാ. എന്റെ മകനൊന്ന് എനിക്ക് കാണണമെന്ന ആഗ്രഹത്തോടെ ആ ഉമ്മ നടന്നു വരുന്നു. മകന്റേതായിരിക്കുന്ന ഹൈബയുടെ പുറത്തു നിന്നും കൊണ്ട് ഉമ്മ വിളിക്കുകയാണ്, മോനെ ജുറൈജ്, മോനെ ജുറൈജ്, നിന്റെ ഉമ്മയാണടോ വിളിക്കുന്നത്, നിന്റെ ഉമ്മയാണടോ നിന്നെ വിളിക്കുന്നത്. ഉത്തരം ലഭിക്കുന്നില്ല, മാതാവിന്റെ വിളിക്ക് ഉത്തരം കിട്ടുന്നില്ല. പ്രയാസപ്പെട്ട ഉമ്മയതാ വീട്ടിലേക്ക് മടങ്ങുകയാ. വീട്ടിലെത്തിയ ഉമ്മാക്ക് സമാധാനം ലഭിക്കുന്നില്ല. എന്റെ മകനെ കാണാൻ എനിക്ക് ഉറക്കം വരില്ല, എന്റെ മകനെയും എനിക്ക് കാണണേ. വീണ്ടും ആ ഉമ്മ തിരിച്ചു വരുന്നു, വീണ്ടും വിളിക്കുന്നു, അതിനും ഉത്തരമില്ല. രണ്ടാമതും മടങ്ങി പോകുന്നു. മൂന്നാമത്തെ ദിവസവും അതാ ഉമ്മ മകനെ കാണാനുള്ള അത്യാഗ്രഹത്തോടെ വരുന്നു. അന്നും മകനെ വിളിക്കുന്നു ജുറൈജ്. ജുറൈജിന്റെ ഭാഗത്തുനിന്ന് ഉത്തരമില്ല. ജുറൈജ് എന്തുകൊണ്ട് മറുപടി കൊടുത്തില്ല? ജുറൈജ് നിസ്കാരത്തിലായിരുന്നു. ഉമ്മീ അസ്സലാ, ഉമ്മീ അസ്സലാ, ഉമ്മീ അസ്സലാ. എന്റെ ഉമ്മയാണ് എന്നെ വിളിക്കുന്നത്, ഞാനാണെങ്കിലോ നിസ്കാരത്തിലാണ്. നിസ്കാരത്തിലായ ഞാൻ എങ്ങനെയാണ് എന്റെ ഉമ്മാക്ക് വിളിക്ക് ഉത്തരം കൊടുക്കുക? എന്റെ ഉമ്മാനെ വിളിക്ക് ഞാൻ
എങ്ങനെ മറുപടി കൊടുക്കുക എന്നാലോചിച്ച ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരം കഴിഞ്ഞ് പുറത്തു വന്ന് നോക്കുമ്പോൾ തന്റെ ഖൈമയുടെ പുറത്ത് ഉമ്മയില്ല. ഉമ്മ താങ്ങാനാകാത്ത മനസ്സോടെ, സങ്കടത്തോടെ, പ്രയാസത്തോടെ, ഞാൻ എന്റെ മകനെ എത്ര സ്നേഹിച്ചു, എന്റെ മകനോട് എനിക്ക് എത്ര സ്നേഹമുണ്ടായിരുന്നു, എന്നെന്റെ മകൻ എന്നെ മറന്നുപോയല്ലോ അല്ലാ എന്ന് ദുഃഖിച്ച ഉമ്മയതാ മൂന്നാമത്തെ പ്രാവശ്യം വിളിക്കും ഉത്തരം ലഭിക്കാതെ വന്നപ്പോൾ ആ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചില്ലേ? ആ ഉമ്മാന്റെ മനസ്സ് സങ്കടപ്പെട്ടില്ലേ? ആ ഉമ്മ പടച്ചവനോട് പറഞ്ഞില്ല, അല്ലാ എന്റെ മകനിക്ക് എന്റെ മകൻ കാണാൻ ആഗ്രഹമില്ല, എന്നവൻ നിരസിച്ചിരിക്കുകയാണ്, എന്നവൻ ഒഴിവാക്കിയിരിക്കുകയാണ്. അല്ലാഹുവേ, ഒരു വേശ്യപ്പെണ്ണിന്റെ മുഖം കാണാതെ എന്റെ മകനെ മരിപ്പിക്കല്ല എന്ന് ഉമ്മ മനസ്സങ്ങ് പ്രാർത്ഥിച്ചു പോയി. ജുറൈജിന്റെ ഭാഗത്തുനിന്ന് തെറ്റില്ല. ജുറൈജ് മാതാവിനെ ഒഴിവാക്കിയതല്ല, മാതാവിന്റെ മുഖം കാണാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, മാതാവിനോട് സംസാരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. നിസ്കാരത്തിലായ ജുറൈജിനിക്ക് പ്രതികരിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. പക്ഷെ എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നോക്കുന്നത് മാതാവിന്റെ മനസ്സിലേക്കാണ്, മാതാവിന്റെ ദുഃഖത്തിലേക്കാണ്. അവിടെ യാഥാർത്ഥ്യം എന്തെന്നല്ല പടച്ചവൻ നോക്കിയത്. മാതാവ് ദുഃഖിച്ചോ, മാതാവ് പ്രയാസപ്പെട്ടോ, റിള റബ്ബി ഫി റിളൽ വാലിദൈൻ സുഖ്തു റബ്ബി ഫി സുഖ്തിൽ വാലിദൈൻ. പടച്ചവന്റെ റിള വേണോ, അല്ലാഹുവിന്റെ പൊരുത്തം വേണോ? എന്നാൽ മാതാവിന്റെ പൊരുത്തം നേടുക, പിതാവിന്റെ പൊരുത്തം നേടുക. പിതാവിന്റെ ക്രോധമാണോ, മാതാവിന്റെ ക്രോധമാണോ? അത് പടച്ചവന്റെ ക്രോധമാണ്. മാതാവ് ചൊടിച്ചാൽ അത് പടച്ചവനുമായി പണങ്ങി നിൽക്കുന്നതിന് സമമാണ്. ഓർക്കണേ ചെറുപ്പക്കാരാ, ജുറൈജിന്റെ ഉമ്മ പ്രാർത്ഥിച്ചുവല്ലോ, എന്നിട്ടെന്താ സംഭവിച്ചത്? ജുറൈജിന്റെ അടുത്തതാ ഒരു പെണ്ണ് വന്നുകയാണ്, എല്ലാ സൗന്ദര്യങ്ങളും ഉള്ളൊരു പെണ്ണ്. ജുറൈജിന്റെ ശത്രുക്കൾ ഉണ്ടാക്കി ഒപ്പിച്ചൊരു പെണ്ണാണ്. പല ഓഫറുകളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒന്ന് ജുറൈജിനൊന്ന് കുടുക്കി തരണേ. ജുറൈജിനെ വഞ്ചിക്കാൻ വേണ്ടി വന്ന പെണ്ണിന്റെ മുഖത്ത് പോലും ജുറൈജ് റളിയല്ലാഹു അൻഹു നോക്കില്ലെങ്കിലും അവസാനം ഒരാട്ടടയനുമായി വ്യഭിചാരം നടത്തിക്കൊണ്ട് ഗർഭം ധരിക്കുന്നു. എന്നിട്ട് ജുറൈജാട് എന്നെ വ്യഭിചരിച്ചതെന്ന് ജനങ്ങളുടെ ഇടയിൽ വിളിച്ചു പറഞ്ഞില്ല. ജുറൈജിന്റെ ഖൈമകൾ അവിടുത്തെ ശത്രുക്കൾ തല്ലി തകർത്തില്ലേ? എന്താണ് കാരണം? ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നിരപരാധിയാണ്. ആ വയറ്റത്ത് കിടക്കുന്ന കുട്ടിയുടെ പള്ളയിലേക്ക് അങ്ങ് കുത്തിയപ്പോൾ ആ കുട്ടി വിളിച്ചു പറഞ്ഞില്ലേ, ജുറൈജേ, നിങ്ങൾ എന്റെ പിതാവല്ല, ആട്ടടയനാണെന്ന് വിളിച്ചു പറഞ്ഞു. അല്ലാഹു രക്ഷപ്പെടുത്തിയെങ്കിലും മാതാവിന്റെ പ്രാർത്ഥന ഇവിടെ അല്ലാഹു തആല സ്വീകരിച്ചില്ലേ? അതാണ് വദുന കഫറഗബ ഫീ അമിമി ദുആയിക വഅൻത ലിമാ തദൂ ഇലൈഹ ഫഖീറു. നിന്റെ മാതാവിന്റെ പ്രാർത്ഥനയിലേക്ക് ചേർത്ത് നോക്കിയാൽ നിന്റെ മാതാവിന്റെ പ്രാർത്ഥനയില്ലാതെ രക്ഷപ്പെടാൻ നിനക്ക് സാധ്യമല്ലടോ. മാതാവിന്റെ പ്രാർത്ഥന ആവശ്യമാണ്. മാതാവിന്റെ പ്രാർത്ഥന നിനക്ക് കേടാണെങ്കിൽ അവിടെ നിന്റെ ഭാഗത്തുള്ള തെറ്റുകളിലേക്ക് പടച്ചവൻ നോക്കില്ല എന്നല്ലേ ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. ജുറൈജിന്റെ ചരിത്രത്തിൽ നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയാം. എന്നാൽ എന്റെ ചെറുപ്പക്കാരാ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ വീട് വിട്ടിറങ്ങിയത് അള്ളാഹുവിനോടുള്ള പ്രേമം കൊണ്ടാണോ? അള്ളാഹുവിനോടുള്ള ഇഷ്ക് കൊണ്ടാണോ? രാജാതി രാജാവായ റബ്ബിനെ ധ്യാനിക്കാനും പടച്ചവനിക്ക് ഭജനമിരിക്കാൻ വേണ്ടിയാണോ? അല്ലല്ലോ. നമ്മുടെ മാതാവ് നമുക്ക് ശല്യമാവുകയാ. പ്രായമായപ്പോൾ, വാർദ്ധക്യം വന്നപ്പോൾ ആ
മാതാവിന്റെ വാക്കുകൾ ഇഷ്ടപ്പെടുന്നില്ല, പിതാവിന്റെ വാക്കുകൾ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ കേൾക്കണേ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എന്താണ് വിളിച്ചു പറയുന്നത്? വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹദ് ദുല്ല് മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഓർക്കണേ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. വഖദാ റബ്ബുക, നബിയേ തങ്ങൾക്കുള്ള റബ്ബ് വിധിച്ചിരിക്കുകയാണ്, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്. ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണ്, ആരാധന അല്ലാഹുവിന് മാത്രമാണ്. ആരാധനയും ആദരവും ഒന്നല്ല.